കോന്നിയിലെ ഉരുൾപൊട്ടൽ സംബന്ധിച്ച കാര്യങ്ങൾ കേട്ടതിനേക്കാൾ ഭയാനകമാണെന്ന് ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ. കോന്നി MLA KU ജിനീഷ് കുമാറിനും ജനപ്രതിനിധികൾക്കുമൊപ്പം ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചപ്പോഴാണ് കളക്ടർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ആ രാത്രിയെയും പുലർച്ചെയും ഇപ്പോഴും പേടിയോടെയാണ് നാട്ടുകാർ ഓർത്തെടുക്കുന്നത്. ഭയത്തോടെ തന്നെയാണ് ഉരുൾപൊട്ടലുണ്ടായ സമയത്തെ ആളുകൾ ഓർത്തെടുക്കുന്നത്. രക്ഷാപ്രവർത്തനം മിനിറ്റുകൾ വൈകിയിരുന്നെങ്കിൽ പലരുടെയും ജീവൻ അപകടത്തിലാകുമായിരുന്നു. കോന്നിക്ക് പ്രത്യേക പരിഗണന ആവശ്യമെന്ന ജില്ലാ കളക്ടർ. ഇതിൻ്റെ കാഴ്ച നമ്മളൊക്കെ കേട്ടതിനേക്കാൾ അതിഭയാനകമാണ്. നമുക്കറിയാം, ഏകദേശം 2-3 ഏക്കറോളം സ്ഥലം ഇതിൻ്റെ ഭാഗമായി താഴേക്ക് വന്നു. ഇവിടെ ആ സമയത്ത് ശബ്ദം കേട്ട് നാട്ടുകാരുടെ ഒരു സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് യഥാർത്ഥത്തിൽ വീടുകൾക്ക് കേടുപാട് സംഭവിക്കാത്ത തരത്തിൽ വെള്ളത്തെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ സാധിച്ചത്. അല്ലെങ്കിൽ 10-15ഓളം വീടുകൾ, താഴെയുള്ള വീടുകൾക്ക് കേടുപാട് സംഭവിക്കുമായിരുന്നു. തീർച്ചയായും ഒരു ഇടപെടൽ ആവശ്യമുള്ള മേഖലയാണ്. തീർച്ചയായും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നതാണ്. സങ്കീർണമായ സാഹചര്യത്തിൽ കൂടിയാണ് കോന്നി കടന്നു പോകുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോഴേ ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാവത്തുള്ളൂ. കാരണം ഒരു മലയാകെ അങ്ങ് ഒലിച്ച് വരിക. അപ്പോൾ അത് എത്രമാത്രം ഭയാനകമാകുമെന്ന് നമുക്കറിയാം. അത്ഭുതം കൊണ്ടാണ്, ഭാഗ്യം കൊണ്ടാണ് ആ വീടുകളിലൊക്കെയുള്ള ആളുകൾ ജീവൻ രക്ഷപ്പെട്ടത്. കോന്നിയിലെ ദുരിതമേഖലയിലെ ജനങ്ങൾ ആശങ്കയിലാണ്. അവർക്ക് സർക്കാർ സഹായം ഉറപ്പുവരുത്തണം. കൈരളി ന്യൂസ്, പത്തനംതിട്ട.